ശ്രീ ജിൻഡോ, പി വി അൻവറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് പി വി അൻവർ ഉന്നയിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാടുകളെ മുഖവിലക്കെടുക്കാതെ നിലമ്പൂരിൽ ജയിച്ചു കയറും എന്നതാണോ യു ഡി എഫിൻ്റെയും ഷൗക്കത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതീക്ഷ? ശ്രീ ജിൻഡോ. അല്ല ഹാഷ്മി, പി വി അൻവർ യു ഡി എഫ് തള്ളിയിട്ടില്ലല്ലോ. പി വി അൻവറിൻ്റെ അഭിപ്രായത്തെയും തള്ളിയിട്ടില്ല. യു ഡി എഫിന് ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരു വ്യവസ്ഥാപിതമായ സംവിധാനം യു ഡി എഫിനും കോൺഗ്രസിനും കേരളത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫിലും ചർച്ച ചെയ്ത് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ്. മറ്റു പാർട്ടികളൊക്കെ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനമെടുത്തു, വേറൊരു പാർട്ടി സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നിലമ്പൂർ അങ്ങാടിയിലൂടെ നടക്കുന്ന അവസ്ഥയാണ്. ഇവിടെ പി വി അൻവർ എന്തിൻ്റെ പേരിലാണ് രാജിവെച്ചത്? എങ്ങനെയാണ് ഈ ബൈ ഇലക്ഷൻ ഉണ്ടായത്? പി വി അൻവർ മാസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ എൻ്റെ പിതാവിന് സമാനമാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞ് പ്രതിപക്ഷത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും നഖശികാന്തം എതിർത്ത പി വി അൻവർ എങ്ങനെയാണ് എൽ ഡി എഫിൽ നിന്ന് പുറത്തു വരികയും അദ്ദേഹം എം എൽ എ സ്ഥാനം പോലും രാജിവെക്കേണ്ടി വന്നത്? ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മാറ്റവുമില്ലല്ലോ. ആ രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. മലപ്പുറം ജില്ലയെ തന്നെ വർഗീയവൽക്കരിക്കാൻ പിണറായി വിജയൻ്റെ പോലീസ്, ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 9 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഓരോ ശ്രമങ്ങളെയും തുറന്നെതിർത്തുകൊണ്ട് ആ പാളയത്തിൽ നിന്ന് എതിർത്തിട്ട് അതിന് അംഗീകാരം കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം പുറത്തു വന്നത്. അതൊക്കെ ശരി ജിൻഡോ, അതൊക്കെ നമുക്ക് അറിയാവുന്നതിനുണ്ട്. പക്ഷേ ജിൻഡോ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യം ഈ പറഞ്ഞ പി വി അൻവർ യു ഡി എഫിനൊപ്പമാണെന്ന് പറയുകയും ഏതു ചെകുത്താൻ നിന്നാലും ജയിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ പി വി അൻവർ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അതിനെ പൂർണ്ണമായി സ്ഥാനാർത്ഥി തള്ളുകയാണ്. ആര്യാടൻ ഷൗക്കത്ത് കേവലം മാസങ്ങൾക്ക് മുൻപ് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ചില ചർച്ചകൾ നടത്തി. അത് വയനാട് ചർച്ചകൾ നടത്തി, ആരുമായി ചർച്ച നടത്തി, CPM സംസ്ഥാന സെക്രട്ടറിയുമായി ചർച്ച നടത്തി തുടങ്ങിയ നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ അതിഗുരുതര ആരോപണങ്ങളുമായി നിൽക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് പി വി അൻവർ. ശ്രീ ജിൻഡോ. അല്ല, അത് സാരമില്ല. അദ്ദേഹം ഇതിനു മുമ്പും പല ആരോപണങ്ങളും ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അദ്ദേഹം വരും ദിവസങ്ങളിൽ വീണ്ടും അദ്ദേഹമായിട്ട് സംസാരിച്ച് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കട്ടെ. വിശ്വസിക്കുന്നുണ്ടോ ഈ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ നിലമ്പൂരിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അതിനിർണായകമായ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കേവലം മാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഏറ്റവും ക്രൂഷ്യൽ സമയത്ത് ഉണ്ടാകുന്ന ആ തെരഞ്ഞെടുപ്പ് വേണോ വേണ്ട എന്ന ചർച്ച രണ്ടാമത്. പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഏറ്റവും ക്രൂഷ്യൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി CPM-വുമായി ഒരു ചർച്ച നടത്തിയ ആളാണ് എന്ന് ജിൻഡോ വിശ്വസിക്കുന്നുണ്ടോ? ജിൻഡോ എന്നല്ലല്ലോ, കേരളത്തിൽ ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനോ പ്രവർത്തകയോ പോലും വിശ്വസിക്കുന്നുണ്ടാവില്ലല്ലോ. ഒരാളും വിശ്വസിക്കില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ആര്യാടൻ ഷൗക്കത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം കൊടുത്തത്? ആര്യാടൻ ഷൗക്കത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവർത്തകനും നാളെ കിട്ടാവുന്ന ഒരു അംഗീകാരം മാത്രമാണ്. ആര്യാടൻ ഷൗക്കത്തിന് പ്രത്യേക പരിഗണന കൊടുത്തതല്ല. ആ മണ്ഡലത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള എല്ലാ രീതിയിലുള്ള പരിഗണനകൾ വെച്ചിട്ട് എല്ലാ രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയിട്ട് മാസങ്ങൾക്ക് മുമ്പേ തയ്യാറെടുപ്പുകൾ തുടങ്ങി ഇപ്പോൾ കൃത്യമായ ഒരു തീരുമാനമെടുത്ത് ആദ്യം തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്തിരിക്കുന്നു. ഈ സ്ഥാനാർത്ഥിയുടെ കുറവും കൂടുതലും ഒക്കെ ചർച്ച ചെയ്യേണ്ടത് നിലമ്പൂർ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരുമാണ്. അവർ ചർച്ച ചെയ്യട്ടെ. കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് എതിരായിട്ടുള്ള ജനവികാരം വോട്ടായി മാറപ്പെടും. ഈ പി വി അൻവർ തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച പി വി അൻവർ രാജിവെക്കേണ്ടി വന്നതിന്റെ സാഹചര്യം ഉൾപ്പെടെ നാളിതുവരെയുള്ള സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ പി വി അൻവർ പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചു. ഇപ്പൊ താങ്കൾ പറയുകയാണ് അൻവർ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അൻവർ അങ്ങനെ പലതും പറഞ്ഞ കൂട്ടത്തിലാണോ പിണറായിക്കെതിരെ പറഞ്ഞത്, മുഹമ്മദ് റിയാസിനെതിരെ പറഞ്ഞത്, ഈ പറയുന്ന പോലീസിലെ RSS സ്വാധീനത്തെ പറ്റി പറഞ്ഞത്? ഈ പറയുന്ന രീതിയിൽ എത്ര കാര്യങ്ങൾ പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പരമ്പരയെ പറഞ്ഞു. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് CPM-വുമായി ചർച്ച നടത്തി എന്ന് പറയുന്ന പോലെ ചുമ്മാ പറഞ്ഞു എന്നാണോ ജിൻഡോ പറയുന്നത്? അക്കാര്യങ്ങളൊക്കെ അല്ല ഹാഷ്മി, അതിലൊരു ക്ലാരിറ്റി ഉണ്ട്. പി വി അൻവർ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പറഞ്ഞ ഓരോ ആക്ഷേപങ്ങളും, കേരളത്തിലെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞ ഓരോ ആക്ഷേപങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കോൺഗ്രസും UDF-ഉം കാലങ്ങളായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ജനമധ്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. പി വി അൻവർ ആ കാര്യം പറഞ്ഞപ്പോൾ ആ മുന്നണിയിൽ നിൽക്കുന്ന പിണറായി വിജയൻ എൻ്റെ പിതാവിന് സമാനമാണെന്ന് പറയുന്ന ഒരാൾ പറയുമ്പോൾ അതിന് കുറെ കൂടി മാധ്യമ അറ്റൻഷൻ കിട്ടി എന്നുള്ളതിനപ്പുറം പി വി അൻവർ പറഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ഓരോ ആരോപണങ്ങളും പി വി അൻവറിനേക്കാൾ മുമ്പ് UDF-ഉം കോൺഗ്രസും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതിനപ്പുറത്ത് പി വി അൻവറിന് വ്യക്തിപരമായി മാത്രം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ബോധ്യത്തിൽ മാത്രം അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ സാധുത വെളിപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. അദ്ദേഹം ഓരോ വ്യക്തികളെക്കുറിച്ച് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് മാത്രം അറിയുന്ന സ്വകാര്യ അനുഭവങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പോഡ്കാസ്റ്റിലോ ഏതെങ്കിലും ഓൺലൈൻ ചാനലിലോ പറയുന്നതല്ല. ഇവിടെ നിങ്ങളെ വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങൾ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, തീരുമാനിക്കും എന്ന നിങ്ങളുടെ അവകാശവാദം പോലെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അടുത്ത മണിക്കൂറിൽ പറയുകയാണ് ഈ പറയുന്ന സ്ഥാനാർത്ഥി വലതുപക്ഷത്തെ ഇടതുപക്ഷക്കാരനാണ് എന്ന് പറയുന്നത്. ഷൗക്കത്തിന് വോട്ട് ചെയ്യരുത് എന്നാണല്ലോ അൻവർ പറയുന്നത്. അൻവർ സ്ഥാനാർത്ഥിയാവും എന്ന കാര്യമൊക്കെ പിന്നെ വരട്ടെ. ശ്രീ ജിൻഡോ,
നിലമ്പൂരിൽ പി.വി. അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ സ്വാധീനത്തെപ്പറ്റി ജിൻഡോയ്ക്ക് സംശയമുണ്ടോ, അല്ലെങ്കിൽ കോൺഗ്രസിന് സംശയമുണ്ടോ? അല്ല, പി.വി. അൻവറിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഞാൻ എന്തിനാണ് സംശയിക്കുന്നത്? പി.വി. അൻവറിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ഞാൻ എന്തിനാണ് സംശയിക്കുന്നത്? എനിക്കൊരു സംശയത്തിൻ്റെ ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം എത്ര വോട്ടിനാണ് ജയിച്ചത്? വി.വി. പ്രകാശ് എങ്ങനെയാണ് പരാജയപ്പെട്ടത്? നിസ്സാര വോട്ടിനല്ലേ പരാജയപ്പെട്ടത്? ഞാൻ പി.വി. അൻവറിൻ്റെ ഫാക്ടർ അവിടെ സ്വാഭാവികമായിട്ടും പി.വി. അൻവർ എന്തുകൊണ്ട് രാജിവെക്കേണ്ടി വന്നു എന്നുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും. കഴിഞ്ഞ 9 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണം, ജനദ്രോഹ ഭരണം ചർച്ച ചെയ്യപ്പെടും. പ്രതിപക്ഷത്തിൻ്റെ നിതാന്തര ജാഗ്രതയും നിരന്തര സമരങ്ങളും ചർച്ച ചെയ്യപ്പെടും. ഞങ്ങൾ ഉറപ്പിച്ചു പറയല്ലേ, ഇത് പ്രതിപക്ഷ വിജയമായിരിക്കും, പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതുപോലെ CPM പറയാൻ പറ്റുമോ? അതുപോലെ മറ്റേതെങ്കിലും മുന്നണിക്ക് പറയാൻ പറ്റുമോ? UDF അത് വെല്ലുവിളിച്ച് പറയല്ലേ. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തു തന്നെയായാലും ഞങ്ങൾ പൂർണ്ണമായിട്ട് ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ പറയുന്നു. ഇത് ഞങ്ങളുടെ വിജയമായിരിക്കും, ഞങ്ങളുടെ സമര വിജയമായിരിക്കും. പി.വി. അൻവർ പറയുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ല ഇപ്പോൾ. കാരണം UDF കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അതിൽ പി.വി. അൻവറിന്റെ കമന്റിനെ കുറിച്ച് മറുപടി പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലല്ലോ. കോൺഗ്രസിന്റെ ഭാഗമല്ല പി.വി. അൻവർ, UDFന്റെ ഭാഗമല്ല പി.വി. അൻവർ. പി.വി. അൻവർ ഭാവിയിൽ കോൺഗ്രസിന്റെ UDFന്റെ ഭാഗമാകുമ്പോൾ അന്നേരമല്ലേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുള്ളൂ. നിലവിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ UDFന്റെ സ്ഥാനാർത്ഥിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് ഞാൻ കമന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.